അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് സുമയ്യ. ഞാൻ AWH എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരികയാണ്. ഈ സൂറത്ത് നിസായിൽ ആയത്ത് നമ്പർ 3 പറയുന്നുണ്ട്, നിങ്ങൾക്ക് അനാഥകളുടെ കാര്യത്തിൽ നീതി പുലർത്താൻ കഴിയുകയില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര 2, 3, 4 സ്ത്രീകളെ വിവാഹം ചെയ്തു അതിന് കഴിയുകയില്ല, നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി പാലിക്കുവാൻ കഴിയുകയില്ല എന്നുണ്ടെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം ചെയ്തു കൊള്ളുക എന്ന്. ശരിക്കും ഈ ആയത്ത് വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഈ ആയത്ത് വഴി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഇതൊരു തരത്തിൽ ഒരു അരാജകത്വമല്ലേ സൃഷ്ടിക്കുന്നത്? അതുപോലെ തന്നെ ഒരു പുരുഷന് മറ്റു സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യമാരുടെ സമ്മതം ആവശ്യമില്ല എന്നുണ്ടോ? അതുപോലെ തന്നെ ഈ നിക്കാഹ് വേളയിൽ ഒരു സ്ത്രീക്ക് കണ്ടീഷൻ വെച്ചുകൂടെ, ഞാനല്ലാതെ മറ്റൊരു ഭാര്യയെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന്? പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ 3-ാമത്തെ വചനത്തിൽ അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ അതല്ലാത്ത 2, 3, 4 സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. നീതി പാലിക്കുവാൻ കഴിയില്ലെങ്കിൽ ഒരെണ്ണം മാത്രം എന്ന് പറഞ്ഞ ആയത്ത് ഏറെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. മറ്റൊരു വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ആദ്യ വിവാഹത്തിൻ്റെ സമയത്ത് സ്ത്രീക്ക് കണ്ടീഷൻ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ വിഷയം നേരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ ഏറ്റവും അധികം ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളിൽ ഒന്നുകൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊരു വിശദമായ പഠനം ഈ സമയത്ത് സാധ്യമല്ല. ഈ സെഷൻ ഏകദേശം അവസാനിക്കാറായി. വിശദമായ പഠനത്തിന് കഴിഞ്ഞ ലക്കം സ്നേഹസംവാദത്തിൽ ഈ വിഷയം വളരെ വിശദമായി കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് പഠന വിധേയമാക്കാവുന്നതാണ്. ഇവിടെ സ്ത്രീകൾ കഷ്ടപ്പെടുന്നു ഒരു നിയമം കൊണ്ട്, പുരുഷന്മാർ കഷ്ടപ്പെടുന്ന ഒരു നിയമം കൊണ്ട് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ആ നിയമമാണോ അതല്ലെങ്കിൽ ആ നിയമമില്ലായ്മയാണോ കഷ്ടപ്പാടിന് കാരണം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിലെങ്കിലും മുസ്ലിം സമുദായത്തിനിടയ്ക്കുള്ള ബഹുഭാര്യത്വം എന്നുള്ള നിയമം കൊണ്ട്, അല്ലെങ്കിൽ ബഹുഭാര്യത്വം അനുവദിക്കുന്ന നിയമം കൊണ്ട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നു എന്നുള്ള വാദം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് വിരുദ്ധവുമാണ് എന്നുള്ളതാണ് സത്യം. കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അവരുടെ വല്ല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ, അവളെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ, അവളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ, അവളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ എന്തെങ്കിലും നിർവഹിക്കപ്പെടാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകുമെങ്കിൽ, ഇതെല്ലാമാണ് കഷ്ടപ്പെടുത്തുക എന്നതുകൊണ്ടുള്ള വിവക്ഷ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മാധ്യമങ്ങൾ ഏറെ ആവർത്തിച്ച് ഉദ്ധരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ ഫോക്കസ് ചെയ്ത് ഇസ്ലാം ഈ രംഗത്ത് വളരെ വൃത്തികെട്ട എന്തോ ഒരു ആദർശമാണ് മുന്നോട്ട് വെക്കുന്നത്
എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. സത്യത്തിൽ വസ്തുനിഷ്ഠമായി വിഷയത്തെ കാണാൻ എല്ലാവരും സന്നദ്ധമാകണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ അടിസ്ഥാനപരമായി ആവശ്യപ്പെടാനുള്ളത്. വൈകാരികമായിട്ടല്ല. സ്വാഭാവികമായി സ്ത്രീകൾക്ക് സ്ത്രീ പ്രകൃതിയുണ്ട്, പുരുഷന് പുരുഷ പ്രകൃതിയുണ്ട്. ആ സ്ത്രീ പ്രകൃതി വെച്ചുകൊണ്ട് ഒരു നിയമം അവൾക്കെതിരാണ് എന്ന് തോന്നുന്നു എന്നതുകൊണ്ടോ, പുരുഷന് അവനെതിരാണ് എന്ന് തോന്നുന്നു എന്നതുകൊണ്ടോ അല്ല ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അതിൻ്റെ മാനവികതയും അതിൻ്റെ ധാർമ്മികതയും അതേപോലെ തന്നെ പ്രകൃതിപരതയും കണക്കിലെടുത്തുകൊണ്ടാണ്. സത്യത്തിൽ ഇസ്ലാമിനെതിരെ ഈ വിമർശനം ആധുനിക കാലഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട വിമർശനമാണ്. ഇപ്പൊ ക്രൈസ്തവ ലോകത്തിന് നല്ല ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്കുണ്ട്. എന്നാൽ ആദിമ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. എന്തിനധികം 19-ാം നൂറ്റാണ്ട് വരെയും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ആധുനിക കാലഘട്ടത്തിൽ ഈ വിമർശനം ഉന്നയിക്കപ്പെടുന്നു. ആ ഉന്നയിക്കുന്നതിൻ്റെ അടിത്തറ എന്താണ്? അതിലെത്രത്തോളം മാന്യതയും ധാർമ്മികതയുമുണ്ട് നാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒന്നാമതായി, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വേറെ പുറത്തേക്കൊന്നും ഞാൻ പോണില്ല, കേരളത്തിൽ ഇക്കാര്യത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു ആനുകാലികമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കഴിഞ്ഞ 6 മാസത്തിനിടക്ക് നിങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇസ്ലാമിനെ വളരെ പ്രാകൃതമായി അവതരിപ്പിക്കുകയും ഇത്തരം നിയമങ്ങളെ വളരെ മോശമായി വൃത്തികെട്ടതായി അവതരിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഴ്ചപ്പതിപ്പ്. പക്ഷെ ഇതേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പതിപ്പുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, കാണാൻ കഴിയും കുടുംബമെന്ന സ്ഥാപനത്തിനെതിരെയുള്ള സംസാരം, ലൈംഗികതയെ വിവാഹത്തിൽ നിന്ന് വേർപെടുത്തേണ്ടതിന് അനിവാര്യതയെക്കുറിച്ചുള്ള സംസാരം, സെക്സ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ ആസ്വാദനത്തിനുള്ളതാണ് എന്നും വിവാഹം കുട്ടികളുടെ വിലാസത്തിനാവശ്യമായ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു സാമൂഹ്യമായ ഏർപ്പാടാണെന്നും ആ സെക്സിൽ ആ വിവാഹത്തിൽ സെക്സ് ഒതുക്കി നിർത്തേണ്ടതില്ലെന്നും അത് പുരുഷ പ്രകൃതിക്കെതിരാണെന്നും അത് യഥാർത്ഥത്തിൽ സെക്സ് എന്നുള്ളത് അവനവന്റെ താല്പര്യത്തിന് വിടേണ്ടതാണ് എന്നും വിവാഹം എന്നത് കുട്ടികളെ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു കുടുംബ സംവിധാനത്തിന് വേണ്ടിയുള്ള ഒരു വിലാസം മാത്രമാണ് എന്നുമുള്ള വളരെ വ്യാപകമായ പഠനങ്ങളും ചർച്ചകളും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഇവര് ലൈംഗിക ശാസ്ത്രജ്ഞന്മാരെയും മനഃശാസ്ത്രജ്ഞന്മാരെയും എല്ലാം ഉദ്ധരിച്ച് വിവാഹത്തിലൂടെയുള്ള സെക്സിനപ്പുറത്ത് സെക്സ് ആസ്വദിക്കുവാൻ അവകാശം വേണമെന്നും അതല്ലാത്തത് ലൈംഗിക ദാരിദ്ര്യം സൃഷ്ടിക്കുകയാണ് എന്നും എല്ലാം വാദിക്കുന്നു. തിരിച്ചോ ഇസ്ലാമിലെത്തുമ്പോൾ ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചത് പ്രാകൃതമാണെന്നും വരുന്നു. സാധാരണ ഞാൻ ഒരു തമാശ പറയാറുണ്ട് ബഹുഭാര്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ. നമ്മളൊരു ഗാർഡനിൽ പോയാൽ ഒരു തോട്ടത്തിൽ പോയാൽ ആ തോട്ടത്തിൽ ചിലപ്പോൾ ചില കുറ്റികൾ കാണാൻ കഴിയും, ചില ബക്കറ്റുകൾ. ആ ബക്കറ്റും എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ തുപ്പുക. ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ചാൽ അതിനർത്ഥം എല്ലാവരും അതിൻ്റെ അടുത്തെത്തുമ്പോൾ കാരിക്കുറച്ച് പ്രയാസപ്പെട്ട് അതിൽ തുപ്പണമെന്നല്ല, തുപ്പേണ്ടവർ അവിടെയേ തുപ്പാവൂ എന്നാണ്. അതേസമയം എവിടെയും തുപ്പി നടക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബക്കറ്റ് തന്നെ എന്തിനാന്ന് ചോദിക്കാം. സത്യത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുഭാര്യത്വം, ഇസ്ലാമിലെ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് നിയമം. ഞാൻ വളരെ കൃത്യമായി, നിങ്ങൾ പ്രൊഫഷണൽസ് ആണല്ലോ, നിങ്ങൾ പഠിക്കുന്ന ആളുകളാണല്ലോ, നിങ്ങൾക്കിന്ന് പഠിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. വളരെ കൃത്യമായി പറയട്ടെ, ലോകത്ത് മേൽവിലാസമുള്ള ഏതെങ്കിലും ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ, അഡ്രസ്സുള്ള ഏതെങ്കിലും ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ, മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ ആകട്ടെ, മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസണിൽ മാസ്റ്റേഴ്സ് സ്ത്രീയാണ്,
അതേപോലെ തന്നെ ഹാബ്ലോക്ക് എല്ലിസ് ആകട്ടെ, അതേപോലെ തന്നെ നമ്മുടെ കോത്താരി ആകട്ടെ, ആര് തന്നെയാകട്ടെ, ഇവരിൽ ആർക്കെങ്കിലും മേൽവിലാസമുള്ള ഏതെങ്കിലും ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ ബഹുകളതൃത്വം എന്നത്, അഥവാ ഒന്നിലധികം ഇണകളെ സ്വീകരിക്കുക എന്നത് പ്രകൃതി വിരുദ്ധമാണ് എന്നോ പുരുഷപ്രകൃതിക്കെതിരാണ് എന്നോ ആ നിലക്കുള്ള ജന്തുശാസ്ത്രപരമായ മാനവികമായ പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്നോ പറയുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാം. സത്യത്തിൽ അതല്ല അവസ്ഥ. ഇതെല്ലാവരും അംഗീകരിക്കുന്നു. ഇസ്ലാം ഇങ്ങനെ ഒന്നിലധികം സ്ത്രീകളെ ഇണയായി വെക്കേണ്ട അനിവാര്യതയുണ്ടെങ്കിൽ, ആരോടും അനിവാര്യത ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല, അനിവാര്യതയുണ്ടെങ്കിൽ അത് വിവാഹത്തിലൂടെ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു എന്നുള്ളത് ഇസ്ലാം പറഞ്ഞ തെറ്റ്. വേറൊന്നും ഇസ്ലാമിന്റെ തെറ്റില്ല. രസകരമായൊരു കാര്യമുണ്ട്. 2007 ജൂൺ മാസത്തിൽ കേരളത്തിലെ യുക്തിവാദികളുടെ ഒരു മാഗസിൻ ഉണ്ട്. ആ മാഗസിന്റെ പേര് യുക്തി വിചാരം. അതിന്റെ എഡിറ്റർ AV ജോസ് ആണ്. AV ജോസ് അതിന്റെ എഡിറ്റോറിയൽ എഴുതാണ് കേരളത്തിലെ യുക്തിവാദികൾക്കിടയിൽ പോലും യാഥാസ്ഥികമായൊരു ധാരണയുണ്ട്, ലൈംഗികത വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പാടുള്ളൂ എന്ന്. ആ ധാരണ തെറ്റാണ്. മുൻപാണെങ്കിൽ ലൈംഗികത ഗർഭധാരണത്തിന് കാരണമാകുമെന്നതുകൊണ്ട് തന്നെ അതിൽ ചില ന്യായങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് അത് തടയാൻ മാർഗമുള്ളത് കൊണ്ട് തന്നെ അത് ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ്, അത് വിവാഹത്തിൽ കെട്ടിയിടേണ്ടതില്ല. ഈ ധാരണയിൽ നിന്ന് ഈ യാഥാസ്ഥികത്വത്തിൽ നിന്ന് യുക്തിവാദികൾ രക്ഷപ്പെടണം. ഇതാണ് അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽ. ഇതേ മാഗസിനിൽ അകത്തെ പേജിൽ ഒരു മുസ്ലിം പെണ്ണിന്റെ ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ ഹെഡിങ് ബഹുഭാര്യത്വം നികൃഷ്ടം ക്രൂരം. അപ്പൊ എന്താ നികൃഷ്ടം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിയമപരമായി ഭാര്യയാവുകയാണെങ്കിൽ നികൃഷ്ടം, ക്രൂരം, മോശം. അതേ എഡിറ്റർ അഭിപ്രായത്തിൽ എവിടെയും എങ്ങനെയും പോകാൻ കഴിയുമെങ്കിൽ അത് മാനവികത യാഥാസ്ഥികത്വത്തിനെതിരെ. ഇത് എങ്ങനെയാണ് ശരിയാവുക? യഥാർത്ഥത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി തരുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തോട് സൃഷ്ടിപരമായി നമ്മൾ പ്രതികരിക്കണം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന്റെ ലൈംഗികത എന്നതും പുരുഷ ലൈംഗികത എന്നതും അടിസ്ഥാനപരമായി തന്നെ വ്യത്യാസമുണ്ട്. അത് വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. സമയമെല്ലാം അവസാനിച്ചിട്ടുണ്ട്. സ്ത്രീ ലൈംഗികത എന്നത് മാനസിക ബന്ധമുണ്ടായതിനു ശേഷം മാത്രമുള്ള ശാരീരിക ബന്ധമാണ്. മാനസിക ബന്ധമുണ്ടാക്കാതെ, സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പമല്ലാതെ, പൂർണ്ണമായും മനസ്സിൽ വരിച്ചു കഴിഞ്ഞ ഒരാളോടൊപ്പമല്ലാതെ സംതൃപ്തമായ ലൈംഗിക ബന്ധം സാധ്യമല്ല സ്ത്രീക്ക്. ഇത് ലൈംഗിക ശാസ്ത്രപരമായ വസ്തുതയാണ്. എന്നാൽ പുരുഷന് സ്നേഹവും വ്യക്തിബന്ധവുമെല്ലാം ആരംഭിക്കുന്നത് ലൈംഗികതയിൽ നിന്നാണ്. സെക്സിൽ നിന്ന് സ്നേഹത്തിലേക്ക് എന്നത് പുരുഷന്റേതും സ്നേഹത്തിൽ നിന്ന് സെക്സിലേക്ക് എന്നത് സ്ത്രീയുടെയും രീതിയാണ്. അത് മനഃശാസ്ത്രപരമായ രീതിയാണ്. അപ്പോൾ ഇത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ ഈ മാനസികാവസ്ഥക്ക് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പൊസസീവ്നെസ് എന്ന് പറയുന്നത് ആ മാനസികാവസ്ഥയുടെ സ്വാഭാവികമായ ഉൽപ്പന്നമാണ്. അത് അവളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് ഇസ്ലാം ഒരു നിയമത്തെ നിങ്ങൾ അളക്കരുത്, പഠിക്കരുത്. ഇസ്ലാമിക നിയമത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് മാനവികമാണോ എന്നാണ്, അത് എത്രത്തോളം പ്രകൃതിപരമാണ് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രകൃതിപരമല്ല എന്ന് നിങ്ങൾക്ക് മേൽവിലാസമുള്ള ഏതെങ്കിലും ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ പറയട്ടെ. മേൽവിലാസമുള്ള ഏതെങ്കിലും ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ അതേസമയം പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം, തിരിച്ചു ചോദിക്കാം. ചിലപ്പോൾ ബഹുഭർത്തൃത്വത്തെക്കുറിച്ച് എല്ലാ ലൈംഗിക ശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു, ബഹുഭർത്തൃത്വം, പോളിയാൻഡ്രി എന്ന് പറയുന്ന ഒരുപാട് പ്രകൃതി വിരുദ്ധമാണ്, സ്ത്രീ പ്രകൃതിക്ക് തന്നെ എതിരാണ് എന്ന്. അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുവാൻ സമയം അനുവദിക്കണില്ല. നിങ്ങൾ കൂടുതൽ പഠനത്തിന് മറ്റ് പ്രോഗ്രാമുകളിൽ ഇതേപോലെ ചോദ്യോത്തരത്തിലെ ഈ വിഷയങ്ങൾ വളരെ വ്യാപകമായി കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്നേഹസംവാദം മാസികയും പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഖുർആന്റെ മൗലികത എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യത്തിലും ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തു.